ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചന ശുശ്രൂഷ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. ഇന്നലെ നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നു, ഒന്നാമതായിട്ട് ആദിമസഭയുടെ അടിസ്ഥാന ഉപദേശം അത് ക്രിസ്തുവിൻ്റെ ഉപദേശമായിരുന്നു. അതുപോലെ തന്നെ ഒരു ശുശ്രൂഷകനാകണമെങ്കിൽ ആ വ്യക്തിയിൽ നടക്കേണ്ടതായിട്ടുള്ള രണ്ട് വീണ്ടും ജനനമുണ്ട്. ആ രണ്ട് വീണ്ടും ജനനം എങ്ങനെയാണ് സംഭവിക്കുന്നതിനെക്കുറിച്ചും അതിനായിട്ട് നമ്മളെ സഹായിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചെറുതായിട്ട് ചിന്തിക്കുകയുണ്ടായിരുന്നു. ഇന്ന് കൂടുതലായിട്ട് ഇന്നത്തെ ഭാഗങ്ങളിൽ നമുക്കതിനെക്കുറിച്ചൊന്നും കൂടി ചിന്തിക്കാം. നമുക്കതിന് ഭാഗമായിട്ട് നമുക്ക് ഇവിടെ യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് നമുക്കൊന്ന് നോക്കാം. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത് നമുക്കറിയാം, സ്നാപക യോഹന്നാൻ്റെ കൈക്കീഴിൽ നിന്നും സ്നാനമേറ്റതിന് ശേഷമാണ് യേശു തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നത്. നമുക്കതുമായി ബന്ധപ്പെട്ട വചനവാക്യം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3:13 തുടങ്ങി ഞാനൊന്ന് വായിക്കുകയാണ്. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കരെ അവൻ്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവൻ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവ് എന്ന പോലെ അവൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദവും ഉണ്ടായി. നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, സ്നാപക യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. പ്രാവ് എന്ന പോലെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേലിറങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഈ അഭിഷേകത്തെ, ഈ യേശുവിൻ്റെ മേൽ വന്ന ഈ അഭിഷേകത്തെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പ്രാവ് എന്ന പോലെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേലിറങ്ങി എന്ന് പറഞ്ഞാൽ പുറത്തെ മനുഷ്യനെ പരിശുദ്ധാത്മാവ് നിറച്ചു. പുറത്തെ മനുഷ്യൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ യേശുവിനെ വീണ്ടും ദൈവാത്മാവ് നയിക്കുന്നതായിട്ട് നമുക്കിവിടെ വായിക്കാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അതിൻ്റെ 4:1 മുതൽ, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. കണ്ട, അവിടെ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്നതിന് ശേഷം പിന്നെ യേശുവിനെ ആത്മാവാണ് പിന്നെ നടത്തുന്നത്. ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ യേശു തൻ്റെ ശുശ്രൂഷ തുടങ്ങിയത് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്നതിന് ശേഷമാണ്. സ്നാപക യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റതിന് ശേഷം പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ യേശുവിൻ്റെ മേലിറങ്ങി. ഈ ആത്മാവാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, യേശുവിനെ സ്നാനമേൽക്കാൻ വേണ്ടി യേശു സ്നാപക യോഹന്നാൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ വിലക്കുന്നുണ്ട്. പക്ഷേ സകല നീതി നിവൃത്തിയാൻ ഇപ്പോൾ ഇത് സംഭവിക്കണമെന്ന് പറഞ്ഞിട്ട് സ്നാനമേൽക്കുന്നു. നമുക്കറിയാം, സ്നാനത്തിലൂടെ നടക്കുന്നത് എന്തെന്നാ, നമ്മുടെ ജഡത്തെ, പുറത്തെ മനുഷ്യനെ നമ്മൾ സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. സ്നാനത്തിലൂടെ നടക്കുന്നത് അതാണ്. എന്നെ കേൾക്കുന്നത് നിങ്ങളും സ്നാനമേറ്റതാണെങ്കിൽ നമ്മളവിടെ വായിക്കുന്നത്, റോമലേഖനം 6 നമ്മൾ വായിക്കുന്നുണ്ട്, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും. കണ്ടോ, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ നമ്മൾ സ്നാനമേറ്റവരെല്ലാവരും. നമുക്കതൊന്ന് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്ന് ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. കണ്ടോ, അപ്പോൾ സ്നാനത്തിലൂടെ സംഭവിക്കുന്നത് നമ്മുടെ പുറത്തെ മനുഷ്യനെ നമ്മൾ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. പുറത്തെ മനുഷ്യൻ കുഴിച്ചിടുന്നത് എങ്ങനെയാണ്? എപ്പോഴാണ്?
മരിച്ചു കഴിഞ്ഞ ശേഷമാണ്. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ആ വചനം വായിക്കുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കണേ. അവിടെ എഴുതിയേക്കുന്നത് എങ്ങനെ? ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടത് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? കണ്ട, പാപസംബന്ധമായി മരിച്ചവരാണ് നമ്മൾ. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് നമ്മൾ പാപസംബന്ധമായി മരിച്ചവരാണ്. ഇനി പാപം ചെയ്യാതെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പോൾ പാപം ചെയ്യാണ്ട് ജീവിക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? പാപം ചെയ്യാണ്ട് ജീവിക്കണമെങ്കിലാണ് അതിനായി നമ്മളെ സഹായിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. അതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൻ്റെ പ്രാധാന്യത. അതുകൊണ്ടിട്ടാണ് യോഹന്നാൻ ലേഖനത്തിലൂടെ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവനിലും ദൈവമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞതുപോലെ യേശു കർത്താവ് സ്നാനമേറ്റവരോട് എന്തുപദേശിക്കണമെന്ന് പറഞ്ഞ മത്തായി 28 അവസാനം സ്നാനമേറ്റു വരുന്നവരോട് എന്തുപദേശിക്കണമെന്ന് അപ്പോസ്തലന്മാരോട് ഉപദേശിക്കാൻ പറഞ്ഞത്? അവരെ ഉപദേശിക്കാൻ പഠിപ്പിക്കണമെന്നാണ് അപ്പോസ്തലന്മാരോട് യേശു പറഞ്ഞത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ടും സകല ജാതികളെ ശിഷ്യരാക്കണം. അപ്പം ക്രിസ്തു ഉപദേശിച്ച ഉപദേശമായിരിക്കണം സഭയിൽ സ്നാനമേറ്റു വരുന്നവരോട് ഉപദേശിക്കേണ്ടത്. അത് ഉപദേശിച്ച് അതിൽ നടക്കാൻ ഉപദേശിച്ചു കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കാനാണ് അവിടെ യേശു പറഞ്ഞത്. കാരണം അവർ സ്നാനത്തോടുകൂടി പാപസംബന്ധമായി മരിച്ചു. അവരിഞ്ഞും മരിച്ചവരാ. അവരെ ഇവിടെ സംസ്കരിക്കുന്ന ഇതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അവർ മരിച്ചവരായതുകൊണ്ട് അവരെ സംസ്കരിക്കുന്നതും ഈ സ്നാനത്തിലൂടെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായിത്തീർന്നു. അപ്പോൾ നമ്മൾ ഈ സ്നാനത്തിലൂടെ ആരുടെ മരണത്തിലാണ് പങ്കാളിയായിത്തീർന്നു? ക്രിസ്തുവിൻ്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളായിത്തീരുകയാണ്, അല്ലേ? അവിടെ അതിൻ്റെ 3 മുതൽ 6:3 മുതൽ ഞാനൊന്നും കൂടി വായിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനവാക്യം ഞാൻ ഒന്നും കൂടി വായിക്കാൻ. ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തോട് പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് പങ്കാളികളായി തീരുവാനാണ് നാം സ്നാനമേറ്റത്. അപ്പോൾ യേശു മരിച്ചത് എങ്ങനെയാണ്? ജഡസംബന്ധമായി യേശു മരിച്ചു. അതുപോലെ തന്നെ നമ്മളും ജഡസംബന്ധമായി നമ്മൾ മരിക്കുന്നതിൻ്റെ പ്രതീകമാണ് സ്നാനം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അതാണ് ഇവിടെ ഈ വ്യക്തമായിട്ട് തിരിച്ചറിവോടെ നമുക്ക് ഈ വചനം ഒന്നും കൂടി ശ്രദ്ധിക്കാം. ഉണ്ടോ? ഹല്ലേലൂയ. സ്നാനമേറ്റത് എന്തിനാണെന്നുള്ളതാണ് കേട്ടോ. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നുണ്ടോ? ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാനാണ് നമ്മൾ സ്നാനമേറ്റിരിക്കുന്നത്. ഇത് തിരിച്ചറിയണം നമ്മൾ. എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. കണ്ട, അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ജഡസംബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ ജഡത്തെ അല്ല ആത്മാവിനനുസരിച്ച് നടക്കേണ്ടവരാണ്. കാരണം ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നമ്മുടെ പാപവിമോചകനായ യേശുവിനെ ക്രിസ്തുവാണെന്ന് നമുക്ക് വെളിപ്പെട്ടു. നമ്മൾ മാനസാന്തരപ്പെട്ടു. ആ ക്രിസ്തുവിനോട് ചേരുവാൻ നമ്മൾ സ്നാനമേറ്റു. സ്നാനത്തിലൂടെ എന്താ സംഭവിച്ചത്? നമ്മുടെ ജഡസംബന്ധമായ പാപസ്വാധീനമുള്ള, പാപത്തോട് ചായ്വുള്ള, ഈ ലോകത്തോട് അനുരൂപരായി നടക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ജഡത്തെ നമ്മൾ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അവനോടുകൂടെ സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. കുഴിച്ചിടപ്പെട്ടു. എന്നിട്ട് ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. കണ്ട, ഇനി നമ്മൾ ജീവിക്കുന്ന ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. ഹല്ലേലൂയ. അപ്പോൾ സ്നാനം കഴിഞ്ഞൊരു വ്യക്തി ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. അതാണ് വേണ്ടത്. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. നമുക്ക് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനായി തന്നെ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൻ്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും.
നാം ഇനി പാപത്തിന് അടിമപ്പെടാൻ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. കണ്ട, അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ കുഴിച്ചിട്ടു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പം നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ ക്രൂശിക്കുക ചെയ്തിരിക്കുന്നത്, ക്രൂശിക്കുക. ഹല്ലേലൂയ. അപ്പം നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടണം. അതായത് പഴയ മനുഷ്യൻ്റെ ഇച്ഛകളോ താല്പര്യങ്ങൾക്കോ ഒത്തവണ്ണം നമ്മളിനി വിധേയപ്പെടരുത്. കാരണം നമ്മളിന്ന് പുതിയ സൃഷ്ടിയാണ്. ആത്മാവ് സംബന്ധിച്ച് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ ഇനി ജഡത്തെ അല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കണം നമ്മൾ. അതാണ് നമ്മൾ റോമർ 8 നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഈ വാക്യം നമുക്കൊന്നും കൂടി വായിക്കാം. നാം ഇനി പാപത്തിന് അടിമപ്പെടാത്തവണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കും എന്നും വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കയാൽ ഇനി മരിക്കയില്ല. മരണത്തിന് അവൻ്റെ മേൽ ഇനി കർത്തൃത്വമില്ല എന്നും നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചതുപോലെ പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ക്രിസ്തുയേശുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരായിരിക്കണം സ്നാനമേറ്റവർ. നമ്മളൊരു സ്നാനമേറ്റൊരു വ്യക്തി ഏത് നിലവാരത്തിലാണ് ഇനി ജീവിക്കേണ്ടത്? അവൻ ഒന്നാമത് അവനെ സംസ്കരിച്ചത്, അവൻ ജഡസംബന്ധമായി അവൻ മരിച്ചവനാണ്, സംസ്കരിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. രണ്ടാമതായി അവൻ്റെ ജഡത്തെ അവൻ ക്രൂശിച്ചവൻ. ഹല്ലേലൂയ. മൂന്നാമത് എന്താ? ഇനി നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് ശുശ്രൂഷകരാകേണ്ടവരാണ് നമ്മൾ. ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടേണ്ടവരാണ്. അപ്പോൾ നമ്മളെന്താ ചിന്തിക്കുന്നത്? ഒരു വ്യക്തി ശുശ്രൂഷകനാകണമെങ്കിൽ ആ വ്യക്തിയിൽ നടക്കേണ്ട രണ്ടാമത്തെ ജനനം, അവൻ്റെ പുറത്തെ മനുഷ്യൻ മരിക്കണം. പുറത്തെ മനുഷ്യനെ മരിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് സ്നാനം. ആ പുറത്തെ മനുഷ്യൻ എത്രമാത്രം ദൈവവചനത്തിന് മുമ്പിൽ കീഴ്പ്പെടുന്നുവോ, അതായത് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിന് കീഴ്പ്പെടുന്നുവോ, അതനുസരിച്ച് കീഴ്പ്പെട്ട് അവൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഉപദേശം കേട്ട് അവൻ്റെ ജീവിതത്തിലുള്ള കുറവുകളെ വീഴ്ചകളെ അവൻ തിരിച്ചറിഞ്ഞ് എത്രമാത്രം മാനസാന്തരപ്പെടുന്നുവോ, പുതുക്കം പ്രാപിക്കുന്നുവോ. പുറത്തെ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ ഉപദേശം കേട്ട് എത്രമാത്രം മാനസാന്തരപ്പെട്ട് പുതുക്കം പ്രാപിക്കുന്നുവോ അതനുസരിച്ച് അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരും. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അങ്ങനെ മേൽ പരിശുദ്ധാത്മാവ് വന്ന് പരിശുദ്ധാത്മാവ് പുറത്തെ മനുഷ്യനെ കൂടി നിയന്ത്രിക്കുന്നൊരു നിലവാരത്തിലെത്തുന്നൊരു വ്യക്തിയാണ് ശുശ്രൂഷകനാകുന്നത്. അതാണ് ഇവിടെ നമുക്ക് യേശു സ്നാപകയോഹന്നാൻ്റെ കൈക്കീഴിൽ തൻ്റെ ജഡത്തെ, പുറത്തെ മനുഷ്യനെ വെള്ളത്തിൽ മുക്കി സ്നാനമെടുത്ത് പൊങ്ങി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ യേശുവിൻ്റെ മേലിറങ്ങി. പിതാവ് വിളിച്ചു പറഞ്ഞു, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. കണ്ട, പിന്നീട് യേശു ചെയ്ത എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. പരിശുദ്ധാത്മാവാണ് യേശുവിനെ ശുശ്രൂഷയ്ക്ക് പ്രാപ്തനാക്കിയത്. കാരണം യേശുവിൻ്റെ ജഡത്തെ യേശു സംസ്കരിച്ചു. കാരണം ഈ ജഡം, യേശുവിൻ്റെ ജഡത്തിൽ പാപസ്വഭാവം ഉണ്ടായിരുന്നു. കാരണം അത് മറിയയിൽ നിന്നും സ്വീകരിച്ചതായിരുന്നു. യേശുവിന് രക്ഷിക്കപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. യേശു ദൈവപുത്രനായിരുന്നു. എന്നാൽ ദൈവത്വം വേണ്ടാന്ന് വെച്ച് മനുഷ്യപുത്രനായിട്ടാണ് ഭൂമിയിൽ വന്നത്. പക്ഷേ മനുഷ്യപുത്രനായ സമയത്ത്, മനുഷ്യപുത്രനായി ഭൂമിയിൽ ജന്മമെടുക്കാൻ മറിയയിൽ നിന്നും യേശു ജഡം സ്വീകരിച്ചിരുന്നു. ഈ ജഡത്തിൽ മറിയയിൽ നിന്നുള്ള പാപസ്വഭാവം ഉണ്ടായിരുന്നു. ആ പാപസ്വഭാവത്തെ സ്നാപകയോഹന്നാൻ്റെ കൈക്കീഴിൽ യോർദാനിൽ മുക്കി. ഹല്ലേലൂയ, മുക്കിയ ആ ജഡത്തെ സംസ്കരിച്ചു പൊങ്ങിയപ്പോഴാണ് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്നു. മേൽ എന്ന് വെച്ചാൽ പുറത്തെ മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് നിറയാൻ തക്കവണ്ണം യോഗ്യത പ്രാപിച്ചു. അയോഗ്യത പ്രാപിച്ച യേശുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി. പരിശുദ്ധാത്മാവിനാൽ യേശു നയിക്കപ്പെടാൻ തുടങ്ങി. യേശു തൻ്റെ ശുശ്രൂഷ തുടങ്ങി. അപ്പോൾ ഈ ഒരു നിലവാരം ഒരു ശുശ്രൂഷകന് വേണം. ഈ നിലവാരത്തിലുള്ളവനാണ് ശുശ്രൂഷകൻ യഥാർത്ഥത്തിൽ. അല്ലാണ്ട് ബൈബിൾ കോളേജിൽ പോയി ബൈബിൾ പഠിച്ച് തിയോളജി പാസ്സായി എന്നും പറഞ്ഞിട്ട്
ഒരു പാസ്റ്ററാകുവാനോ ശുശ്രൂഷകനാകുവാനോ ദൈവരാജ്യത്തിൻ്റെ അകത്ത് ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം യോഗ്യതയില്ല. യോഗ്യത ഇതാണ്. ഹല്ലേലൂയ. അവൻ്റെ പുറത്തെ മനുഷ്യനും കൂടി വീണ്ടും ജനനം പ്രാപിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. കാരണം എന്താ? പുറത്തെ മനുഷ്യൻ മരിച്ചതാണ്, സംസ്കരിച്ചതാണ്. ആ പുറത്തെ മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം ജഡിക താല്പര്യങ്ങൾക്കോ ജഡിക ഇച്ഛകൾക്കോ ഒത്തവണ്ണമല്ല ഇനി ആ വ്യക്തി ജീവിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരം ജീവിക്കണം. ക്രിസ്തു പറഞ്ഞ ഉപദേശപ്രകാരം തൻ്റെ ജഡത്തിലുള്ള പാപസ്വഭാവങ്ങൾ എല്ലാം തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ് യേശുവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തി അനുദിനം തൻ്റെ പുറത്തെ മനുഷ്യനെ പുതുക്കം പ്രാപിക്കുക, നാൾക്ക് നാൾ പുതുക്കുകയാണ് ചെയ്യുന്നത്. ആ പുതുക്കപ്പെടുന്ന ആ പുറത്തെ മനുഷ്യനെയും കൂടി പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥ ശുശ്രൂഷകനാകുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഈ ഒരു സംഭവം നടന്നിട്ടുണ്ടോയെന്ന് നമുക്ക് നോക്കാം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്കതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ ശിഷ്യന്മാർ, ഭയന്നിരുന്ന ശിഷ്യന്മാരും അവരുടെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേലിറങ്ങിയതും അതിനെക്കുറിച്ചും നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അടുത്ത ഭാഗത്ത് നമുക്ക് ചിന്തിക്കാം. ഇന്നത്തെ ഈ വാക്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാകുവാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിക്കണം. ഈ സ്നാനത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനം നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ ഇത് ഗ്രഹിപ്പിച്ചു തരണം. കാരണം ദൈവാത്മാവിനാൽ എഴുതപ്പെട്ടതാണ് ദൈവവചനം. ആ വചനം അതിൻ്റേതായ യഥാർത്ഥ അർത്ഥത്തിൽ ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കണം. ഇതിനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.